മെസ്സേജ് വന്നൊരു ദിവസവും നിന്നല്ല. എനിക്ക് ഒരുപാട് സന്തോഷമാണ്. നിങ്ങൾ കിക്ക് റാംബോ എന്ന് പറയുമ്പോഴും പലതും പറയുമ്പോഴും ഞാൻ വിചാരിക്കും, അല്ല ഞാൻ വിചാരിക്കണല്ല, സ്വാഭാവികമായിട്ടും അങ്ങനെ പലതും പറയുമ്പോഴും ഞാൻ വിചാരിക്കും, അല്ല ഞാൻ വിചാരിക്കണല്ല, സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്നെ പറയാൻ ഇഷ്ടം അതൊക്കെ ആയിരിക്കും. പറയുമ്പോഴും ഞാൻ വിചാരിക്കും മിസ്റ്റേക്ക് നമ്മളെ പയ്യനാണ്ടാ ചെക്കായി. അപ്പോൾ ഹാർട്ട് സ്യൂട്ടോ സൂപ്പർ ചാറ്റാണ് പേയാണല്ലോ. റാംബോ ലൈവ് ആണോ? അതെ ലൈവാണ്. ഇട്ടോ വലിച്ചിട്ടോ. ഉസ്മാനും കൂടെ ഇവിടെ. അപ്പം ഗൈസ് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഞാൻ ഒരുപാട് നാളായിട്ട് എടാ ആരോ ലൈവ് പ്ലേ ചെയ്യണമെന്ന് തോന്നുന്നു, സൗണ്ട് കുറയ്ക്കാൻ പറ. ഞാൻ ഒരുപാട് നാളായിട്ട് ഇപ്പോൾ ലൈവ് തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ ഇത്രയായി. ഞാൻ എത്ര 3-4 മാസമാവും. പക്ഷെ ഞാൻ വളരെ കുറച്ച് ലൈവ് ഞാൻ ചെയ്തിട്ടുള്ളൂ. എങ്കിൽ പോലും ഞാൻ ഒരു കാര്യം പറയണം, ഇത്രയും നാൾ ആയിട്ടും എനിക്ക് വരാത്തൊരു മെസ്സേജും കുറേ സ്നേഹവും കുറേ പേര് അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇത്രയും നാളായിട്ട് ഇത്ര ആൾക്കാർ എന്നെ ഇങ്ങനെ സ്നേഹിക്കണമെന്നും എനിക്കൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നല്ല. ഇന്നലെ ഒരു ദിവസം എനിക്ക് അത്രയും മെസ്സേജ് വന്ന്, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് അത്രയും സന്തോഷമാണ്. എനിക്ക് അത്രയും മെസ്സേജ് വന്നു. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് എന്തോന്നു ബ്രോ ഗ്യാങ് ഇപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിലും ഫാൻസ് ഉണ്ട്. എടാ ഒരു മിനിറ്റ്. ഓക്കെ അല്ലേ സൗണ്ട് പോയാ? സൗണ്ട് ഓക്കെ ആണോ? എടാ വി സിയിൽ ആരാ? ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? സൗണ്ട് അടിക്കുന്നുണ്ട്, നോക്കട്ടെ. അല്ല ഇപ്പൊ ഞാൻ ഓഫ് ചെയ്ത്, ഫാൻ ഓഫ് ചെയ്ത്. നിക്ക് കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞോണ്ടിരുന്ന ഓക്കെ ആൾവേസ് ലവ് യു മുത്തേ. ഷാരൂഖ് ബ്രോ താങ്ക് യു ഫോർ ദ 19.99 സൗദി റിയാൽ. താങ്ക് യു, ലവ് യു മുത്തേ, ഓൾവേസ് MRC. അത്രേ ഉള്ളൂ. എന്ത് വന്നാലും MRC ബ്രോ. ചത്താലും MRC, മനസ്സിലായ? അതിന്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല. ചത്താലും MRC, അത് വിട്ടിട്ട് വേറെ ഒരു കളിയില്ല. അപ്പം ഹായ് റാംബോ WASSUPP. ഹായ് റാംബോ W വാട്സ്ആപ്പ്. സുഖം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം അത് മാത്രമോടെ അതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം. കാരണം എനിക്ക് ഇന്നലെ അത്രയും മെസ്സേജ് എനിക്ക് വന്ന്. ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പം അവിടെ ഒരു ഗ്യാങ് ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് MRC എന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലി എനിക്ക് GTA അകത്തുണ്ട്. അതിൽ എനിക്ക് കുറച്ച് ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ കുടുംബം എന്ന് തന്നെ ഞാൻ അവരെയും പറയും. കാരണം എന്നും ഞാൻ ഇപ്പോൾ ലൈവ് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ പോലും എല്ലാ ദിവസവും എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് എനിക്ക് ഇവിടെ ഒരു ഫാമിലി കണക്ക് തന്നെ എനിക്ക് ഇതിൻ്റെ അകത്തുണ്ട്, മനസ്സിലായ? അപ്പോൾ അവരെല്ലാവരും കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ലൈവ് ഇട്ടത്. പിന്നെ ലൈവ് എന്നെക്കൊണ്ട് ലൈവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് എന്നെ നാട്ടിൽ പറഞ്ഞു വിട്ടത് ഞാൻ ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ വീണ്ടും ലൈവ് ഇടാതെ ഉഴപ്പി കിടക്കുമെന്നുള്ള ഇതുള്ളതുകൊണ്ടാണ് അവൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. അപ്പം മുത്തേ കിക്ക് റാംബോ എടാ ഇത് അപ്പം മുത്തേ എല്ലാവർക്കും താങ്ക് യു, ഒരുപാട് നന്ദി എല്ലാവർക്കും. ഇന്നലെ എനിക്ക് അത്രയും മെസ്സേജ് അയച്ചെന്നല്ല, എനിക്ക് ഇനി ഒന്നും പറയാനില്ല. ഒരുപാട് സ്നേഹം, എല്ലാവരുടെ അടുത്തും ഒരുപാട് സ്നേഹം. കാരണം ഇത്രയും നാൾ ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഇൻഡിവിജ്വലി മെസ്സേജ് അക്സെപ്റ്റ് ചെയ്ത് എല്ലാവരുടെ അടുത്തും മറുപടി കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മെസ്സേജ് അയക്കണത്. മിസ് യു ബ്രദർ, മിസ് യു ടു. വേറെ എന്താ വിശേഷം? എന്താടാ പറ. നിങ്ങളെ കണ്ടിട്ട് എത്ര ദിവസമായി? നിങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ എന്താ? ഇനി ഗ്യാങ്ങിൻ്റെ ഒപ്പം കാണുമോ മുത്തേ? ഇന്നോട്ട് ഞാൻ ഫുൾ ടൈം ഞാൻ ലൈവ് ഇടാം. ഒരു ദിവസം പോലും ഞാൻ ലൈവ് ഒഴിവാക്കൂല. മൊത്തം ഞാൻ ഗ്യാങ്ങിൻ്റെ കൂടെ തന്നെ കാണും. ഇനി ഞാൻ എന്തായാലും കുറേ നാൾ ഞാൻ ഇവിടെ കാണും, മനസ്സിലായ? ആ സമയം കൊണ്ട് നമുക്ക് ഗ്യാങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ഒരുമിച്ച് MRC സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം. അത് ആരൊക്കെ വന്നാലും ഏത് ഗ്യാങ് വന്നാലും MRC ഇരിക്കുന്ന തട്ട് അന്നും ഇന്നും എന്നും താന്ന് തന്നെ ഇരിക്കും, മനസ്സിലായല്ല? അതുകൊണ്ട് ഇനിയുള്ള കാലം നമുക്ക് ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം, അത്രേ ഉള്ളൂ. WWW ദിസ് ഈസ് MRC, ദിസ് ഈസ് OG MRC ഫാൽക്കൺ. മൊത്തം ഫാൽക്കൻ്റെ ഇഷ്യൂ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഫാൽക്കൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ അവരുടെ അടുത്ത് സംസാരിക്കണം. അവരുടെ അടുത്ത് സംസാരിച്ച് അവരുടെ ഭാഗത്തു നിന്ന് ഓക്കെ പറഞ്ഞാൽ മാത്രമേ ഫാൽക്കൺ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ല ഫാൽക്കൺ നമ്മളുമായിട്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് അവനെ തിരിച്ചെടുക്കണമെന്ന് ഞാൻ ലീഡറായിട്ട് കയറുന്നതിൻ്റെ ആ സമയത്ത് തന്നെ എനിക്ക് അവനെ തിരിച്ചെടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ
ഇപ്പം ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ അവനുമായിട്ട് പ്രശ്നമുള്ള ആ കുട്ടി അവർക്ക് ഈ സിറ്റിയിലുള്ള എന്തോ പ്രശ്നം പറഞ്ഞ് എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല. അവരെന്തോ പ്രശ്നം പറഞ്ഞു, അവരങ്ങനെ ഒരു ഒബ്ജക്ഷൻ പറയുമ്പോഴത്തേക്ക് നമുക്കവനെ ഗ്യാങ്ങിലെടുത്ത് കളിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്കോ പറ്റൂല. നമുക്കത് സംസാരിക്കാം, മാക്സിമം അത് സംസാരിച്ച് സോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കാം. ഇല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞൂറാ, അവർ സമ്മതിച്ചാൽ മാത്രമേ പറ്റുള്ളൂ, അവരെയും തെറ്റു പറയാൻ പറ്റൂല. ഇവന് കാരണം അത്ര 100% ഫാൽക്കണിൻ്റെ അടുത്ത് ഞാൻ അന്ന് ഫാൽക്കണിൻ്റെ ഈ പ്രശ്നം പറഞ്ഞ സമയത്ത് ഞാൻ ഫാൽക്കണിൻ്റെ അടുത്ത് വെച്ച് ഇത് കണക്കേടാ നിനക്ക് ഉറപ്പുണ്ടോ, നീ അയച്ച മെസ്സേജ് ആണെന്ന് നിനക്ക് ഉറപ്പുണ്ടാന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞ് റാംബോ The housewarming party is tomorrow, but the guests won't show up. Because Mr. Menon forgot the invites. ഒരു കാര്യം നോക്കി നിൽക്കാനും എനിക്ക് പറ്റൂല. നമുക്ക് മുന്നോട്ട് പോകാം, അത്രേ ഉള്ളൂ. വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇതെനിക്ക് അവ ലൈവ് റീസ്റ്റാർട്ട് ചെയ്യുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ്, പക്ഷെ അവ എന്ന് ചെയ്യുമെന്ന് എന്ന് വരുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. എന്തായാലും അവ ലൈവ് വരും. ഓക്കെ, ആൾവേസ് Always MRZ Shatapi ACHA. Always MRC Chattapacha. Aisho Cruiser, thank you for the 40 rupees, brother. Always MRC Chattapacha. Aisho Cruiser. പിന്നെന്താ ഫോർച്യൂണർ ഇവിടെ തന്നെ ഉണ്ട്, വീട്ടിൽ തന്നെ ഉണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്, അത് ഇവിടെ തന്നെ കാണും. അത് സുരക്ഷിതമായിട്ട് എൻ്റെ വീട്ടിൽ തന്നെ കാണും. അത് പൊന്നുപോലെ നോക്കും, മനസ്സിലായ? അതിനെക്കുറിച്ച് ഒന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അത് പൊന്നുപോലെ ഇവിടെ തന്നെ കാണും. ഓക്കെ, വേറെ എന്താ മിന്നൽ അപ്ഡേറ്റ് എന്താടാ, എന്താ സംഭവം, എന്താ ഏജിന്റെ സീനല്ലേ? ഏജിന്റെ എന്തോ സീൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ എത്ര വയസ്സായി? അത് മാറും, അത് മാറും. 16 അല്ല 17 തൊട്ടിട്ടുള്ളവർക്കാണ് ഗ്യാങ് കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അത് മാറ്റുന്നുണ്ട്, 16 തിരിച്ചാക്കുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുള്ള പോളും കാര്യമൊക്കെ ഇട്ടു. അതെ, നോക്കണം. സംസാരിച്ച് എല്ലാവരുടെ ചോദിച്ച കാര്യം എന്താണെന്ന് വെച്ചിട്ട് അറിയിക്കാം. പിന്നെ വേറെ എന്താ കുര്യനൊക്കെ കുര്യൻ്റെ വീട്ടിലാണ്. കുര്യന് നമ്മളെ ഗ്യാങ് ഹൗസിൻ്റെ കുറച്ചപ്പുറത്താ കുര്യാക്കോസിൻ്റെ വീട്. അപ്പം കുര്യാക്കോസ് അവൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അതിനുശേഷം ഞാൻ കണ്ടിട്ട് കുറേ നാളാണ്, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, ഞാൻ കണ്ടിട്ട് കുറേ നാളാണ്. അവൻ എന്തോ ജോലിക്കൊക്കെ, അവന് മുമ്പേ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അവൻ ജോലിക്കും പൊയ്ക്കൊണ്ടിരുന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വരും. പിന്നെ ഒരു സമയത്ത് ഫുൾ ടൈം ഗ്യാങ് ഹൗസിലായിരുന്നു. ഇപ്പം എനിക്ക് അറിയില്ല, സത്യം പറയാല്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു അവസാനത്തെ ഒരു 2 മാസം എന്ന് പറഞ്ഞാൽ ഞാൻ അത് മാത്രമേ വീട്ടിലുള്ളൂ, വേറെ ആരും വീട്ടിലില്ല. പിന്നെ അവനും കൂടെ ഷൂട്ടിന് പോയപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇത്രയും പേരുണ്ടായിരുന്ന ആ ഗ്യാങ് ഹൗസിൽ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ടും ഒറ്റയ്ക്ക് നിൽക്കാൻ എനിക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടായിരുന്നില്ലേടാ. നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ നമ്മളെ ഫാമിലി ആയിട്ട് എല്ലാവരും ഇരുന്നിട്ട് അത് മാറ്റുന്നുണ്ട്, 16 തിരിച്ചാക്കുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. നിന്റെ കാര്യങ്ങൾ നോക്ക്, സ്ട്രീം നീ സ്റ്റാർട്ട് ഇനി നീ മടി പിടിച്ചിരിക്കല്ലെന്നും പറഞ്ഞ് നാട്ടിലോട്ട് വിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്തായാലും നീ പോകുമ്പോഴത്തേക്ക് വണ്ടിയും കൂടെ കൊണ്ടുപോകും, വണ്ടി നീ എന്തായാലും കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ്. മുനു കണ്ണൂര മുനു ഇടയ്ക്ക് വിളിച്ചിരുന്നു. മുനു അവസാനം എനിക്ക് തോന്നുന്നു മുനുവും വിളിച്ചിട്ട് ഒരു 1.5 ആഴ്ചയാടാ. മുനുവും വിളിച്ചിട്ട് 1.5 ആഴ്ച. ഞാൻ ഇവിടെ കൊച്ചിയിൽ നിന്ന് വന്നിട്ട് ഒരു 4 ദിവസമേ ആവുള്ളൂ, 3-4 ദിവസമേ ആവുള്ളൂ. മുനുവും കണ്ണൂരാണ് ഉള്ളത്. വേറെ എന്താ മുനു കണ്ണൂരാടാ, മുനുവിൻ്റെ കടയിൽ തന്നെ മുനുണ്ട്. കോൾ തൊപ്പി ഇതെന്താ പ്രോബബ്ലി, അതെന്താ പ്രോബബ്ലി, എന്താ കുറെ പേര് പ്രോബബ്ലി അതെന്താ സംഭവം, എന്താ എടാ എന്താന്ന് പറ? BM ട്രിവാൻഡ്രത്തുണ്ട്, ഫോർച്യൂണർ ട്രിവാൻഡ്രത്തുണ്ട്, BM ട്രിവാൻഡ്രത്തുണ്ട്. പ്രോബബ്ലി എന്താ ഇവര് പറയണ? ഇതെന്താ പ്രോബബ്ലി? എടാ മോഡെ, ഇതെന്താ? ആരെങ്കിലും ഒന്ന് നോക്കടാ, പ്രോബബ്ലി എന്താ നോക്കടാ. ഇത് ഡിലീറ്റ് ആക്കാനും വേർഡ് ബ്ലോക്ക് ഒന്നും അല്ല പറയണത്, എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രോബബ്ലി എന്താണെന്ന് പറഞ്ഞാ. BMW ഇവിടെ ഉണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്. ജഡ്ജിയോ ഇതെന്താടാ മൊത്തം പ്രോബബ്ലി? അതെന്താ അങ്ങനെ പറഞ്ഞേ? അതിനു മുമ്പ് എന്തോ എനിക്ക് ചാറ്റ് പറഞ്ഞത് മൊത്തം പ്രോബബ്ലി എന്നാ. ഞാൻ കാണിച്ചു തരാം. ട്രാൻസ്ലേറ്റ് ഓണായിരിക്കോ? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. മൊത്തം പ്രോബബ്ലി.
ലൈവ് എൻ്റെ ഞാൻ സ്ക്രീൻ ഷെയർ ഇട്ടുതരാം. ഇതെന്താടാ പ്രോബബ്ലി നമ്മളേല് ഫുള്ള് ജാസി 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 ഇതുള്ളത്. റാംബോടെ ഇത് ട്രാൻസ്ലേറ്റർ നടക്കുന്നു കേട്ടോ. ഒരു മിനിറ്റ് ആ അത് ട്രാൻസ്ലേറ്റർ കിടക്കുന്നുണ്ട്. ദേ അതാണ് ചാറ്റ് കാണിച്ചേ. എവിടെ ഇത് എങ്ങനെ ഏതാ കണ്ടാ മറ്റേ ഒരു മിനിറ്റ് ഞാൻ ഇത് ഓഫ് ചെയ്തോട്ടെ. ഏതിലാ സ്ട്രീം സെറ്റിംഗ്സ് സെൻട്രൽ ലെഫ്റ്റില് ഇതിലോ? താഴെ സ്ട്രീം സെറ്റിംഗ്സ് ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും അടിയിൽ കറണ്ട് വ്യൂവേഴ്സിന് മേളിൽ കസ്റ്റമൈസേഷൻ താഴെ സ്ക്രോൾ ചെയ്തേ. അല്ല ഇതല്ലല്ല, ഒരു മിനിറ്റ്. ഇതാണോ സ്ട്രീം സെറ്റിംഗ്സ്? എഡിറ്റ് കൊടുത്തേ. എവിടെ എഡിറ്റ് റൈറ്റ് സെന്റർ സ്ക്രീൻ സെൻട്രൽ സ്ക്വയർ കണ്ടോ നമ്മുടെ ടൈറ്റിലിന്റെ ഇപ്പുറത്ത്. ഇവിടെയോ? എൻഡ് ഓഫ് MRC തൊട്ടിപ്പുറത്ത് എൻഡ് ഓഫ് MRC എഡിറ്റ് അത് ഈ കസ്റ്റമൈസേഷനിൽ അതിൽ ഇതുകൊണ്ട് ലൈവ് ട്രാൻസ്ലേഷൻ ടിക്ക് മാറ്റിയതുകൊണ്ട് ലൈവ് ചാറ്റ് ട്രാൻസ്ലേഷൻ ഇതോ? അത് ടിക്ക് മാറ്റിട്ട് സേവ് കൊടുക്കും. ഇനി റിഫ്രഷ് ചെയ്യാം. കണ്ട ഇപ്പൊ ജാസിന്നായി. ജാസിന്ന് ചോദിക്കുന്നുണ്ട് ട്രാൻസ്ലേഷൻ എന്തോ ജാസി 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 ജാസി. എടാ കണ്ണൂർ കിങ്ങും ജാസിയാണ് എടാ മുത്തേ. ജാസിയുടെ ഷൂട്ടിന് ജാസി, മമ്മു, ആദില് ഇവരെല്ലാവരും ഷൂട്ടിന് പോയിട്ടുള്ള. ഇവർക്ക് എല്ലാവർക്കും ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു മലപ്പുറത്ത്. ഇവർ 2 മാസം മുമ്പ് ഇവരെല്ലാവരും ഷൂട്ടിന് പോയി. അവരുടെ ഷൂട്ടിംഗ് ഇപ്പോൾ അവസാനം എന്തോ കഴിഞ്ഞെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മാസമോ 1.5 മാസം മുമ്പ് എന്തോ അവരെ ഷൂട്ട് കഴിഞ്ഞെന്ന് കേട്ട്. അവർ ഷൂട്ട് കഴിഞ്ഞിട്ട് അല്ല 1 മാസം 1.5 മാസമല്ല, എനിക്ക് തോന്നുന്നു ഒരു 1-2 ആഴ്ച മുമ്പ് അവർ ഷൂട്ട് കഴിഞ്ഞിട്ട് അവർ വീട്ടിലോട്ട് പോയി. അവർക്ക് ഇനി അതിൻ്റെ സിനിമയുടെ പ്രൊമോഷൻ, അതിൻ്റെ എഡിറ്റിംഗ്, ഡബ്ബിങ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കാണുമായിരിക്കും. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഇപ്പം കറൻ്റ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ നിയാദ് മാത്രമേ വീട്ടിലുള്ളൂ. മെൽവിൻ ഉണ്ട്. മെൽവിന് കണ്ണൂരായുള്ള നിയാദിൻ്റെ കൂടെ ഷൂട്ടിന് പോയിട്ടാണുള്ളത്. മെൽവിന് അവൻ്റെ കൂടെ ഉണ്ട്. ബാക്കി എല്ലാവരും അവരവർ ഇതിൽ പോയിട്ടാണുള്ളത്. നിങ്ങളിങ്ങനെ ഷമീറിൻ്റെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ മുത്തേ. ഷമീർ എന്നെ ഒരു 1.5 ആഴ്ച മുമ്പ് വിളിച്ചിട്ട് അവൻ്റെ അടുത്ത് ഇത് എനിക്ക് പറഞ്ഞ് എടാ കുറച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് എനിക്ക് ലൈവ് കംബാക്ക് അടിക്കുമോ പറഞ്ഞ്. അതിൻ്റെ അപ്പുറം എനിക്കറിയില്ല മുത്തേ. അവൻ വരും, എന്തായാലും വരും. നമുക്ക് വെയിറ്റ് ചെയ്യാം, വരട്ടെ. തിരിച്ചെന്ന് പോകുമെന്ന് എനിക്കിപ്പോൾ അറിയില്ല. തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് എടാ എല്ലാവരും ഓരോരോ, ഞാൻ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കി, എല്ലാവരും ഓരോരോ വഴിക്കായല്ലോ. അപ്പോൾ ഇനി തിരിച്ചു പോക്ക് ഞാൻ എന്തായാലും പോകും. എനിക്ക് അവൻ്റെ അടുത്ത് പോകണം. പിന്നെ ഗ്യാങ് ഹൗസ് ഇനിയിപ്പം മുന്നോട്ട് ഉണ്ടാവോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. കാരണം എല്ലാവർക്കും സിനിമയൊക്കെ കിട്ടിയടാ, എല്ലാവരും അവരവരെ വഴിക്കുക. അപ്പോൾ ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, മനസ്സിലായോ? എനിക്കറിയില്ല. ഇതെന്താ അസ്പാക്ക്? എടാ എനിക്ക് സത്യമായിട്ട് അറിഞ്ഞൂടെ. ഇവരെല്ലാവരും പോയിട്ടുള്ളത്, ഇവരെല്ലാവരും വീട്ടിൽ പോയി. ഞാൻ ഇപ്പം വന്നെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ നേരത്തെ പോയി. ഇവരെല്ലാവരും സിനിമ ഷൂട്ട് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇവരെല്ലാവരും നേരത്തെ വീട്ടിൽ പോയി. കാരണം ലൈവ് ഇല്ലല്ലോ. നിയാദിൻ്റെ ലൈവ് ഉള്ളപ്പോഴാണ് അവിടെ എല്ലാവരും നമ്മൾ ഒരുമിച്ച്